ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ഓൺ ദി റൂഫ് ഓഫ് ദ വേൾഡ് എന്ന ചാപ്റ്ററിലെ തേർഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പാസസ് വരെ കഴിഞ്ഞ ഭാഗങ്ങളിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാപ്റ്റർ ഈ ഓൺ ദി റൂഫ് ഓഫ് ദ വേൾഡിൻ്റെ പാർട്ട് 1 മുതൽ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക കേട്ടോ. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് തരാൻ പറ്റുന്ന സപ്പോർട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യത്തേത് ഒരു ചോദ്യത്തിലൂടെയാണ് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. എന്താണ് ചോദ്യം? നമ്മൾ ഹിമാലയനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം വൈ ആർ ദ ഹിമാലയൻ റിവേഴ്സ് ആൻഡ് റിവേഴ്സ് വാട്ടർ റിച്ച് ഇയർ റൗണ്ട്? എന്തുകൊണ്ടാണ് ഹിമാലയൻ നദികൾ വർഷം തോറും ജലസമ്പന്നമായിട്ട് ഇരിക്കുന്നത്? അവിടെ ആ റിവേഴ്സിൽ എപ്പോഴും വെള്ളം ഉണ്ടാവാൻ അല്ലെങ്കിൽ ജലസമ്പന്നത ആവാൻ കാരണം എന്താണ്? മെയിനായിട്ട് 2 റീസൺസ് ആണുള്ളത്. ഇത് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ വൈ ആർ ഹിമാലയൻ റിവേഴ്സ് ആൻഡ് റിവേഴ്സ് വാട്ടർ റിച്ച് ഇയർ റൗണ്ട്? ഒന്ന്, ദേ ആർ പെരന്യൽ റിവേഴ്സ്. എന്താണ്? ദേ ആർ പെരന്യൽ റിവേഴ്സ്. ആ ഒരിക്കലും വറ്റാത്ത നദികളാണ് ഏത്? ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഒരിക്കലും വറ്റാത്ത നദികളാണ് ഹിമാലയൻ നദികൾ. അതുപോലെ ദേ ആർ ഐദർ ഫെഡ് ബൈ ദ ഗ്ലേഷ്യേഴ്സ് ഫ്രം ദ മൗണ്ടെയ്ൻസ് ഓർ ബൈ ദ ഹെവി റെയിൻഫോൾ. വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹിമാലയൻ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ അത് തുടങ്ങുന്നത് ഗ്ലേഷ്യേഴ്സിൽ നിന്നാണ് അല്ലേ, മഞ്ഞുമലകളിൽ നിന്നാണ്. അപ്പം അത് ഒലിച്ചിട്ട് ആ മഞ്ഞ് ഉരുകി വരുന്ന വെള്ളം ഏതിലോട്ടെത്തും? നമ്മുടെ ഹിമാലയൻ നദികളിലെത്തും. അതുപോലെ ആ ഭാഗങ്ങളിലുള്ള ഹെവി റെയിൻഫോളും ഈ ഹിമാലയൻ നദികൾ ജലസമ്പന്നമാക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പം ഈ 2 റീസൺസ് ആണ് എന്തിനെ പറയുന്നത്? ഹിമാലയൻ നദികൾ വാട്ടർ റിച്ച് ഇയർ റൗണ്ട് വാട്ടർ റിച്ച് ആവാനുള്ള മെയിൻ റീസൺസ് ഏതൊക്കെയാണ്? ഒന്ന്, ദേ ആർ പെരന്യൽ റിവേഴ്സ്. അടുത്തത്, ദേ ആർ ഐദർ ഫ്രെഡ് ഫ്രം ദ ഗ്ലേഷ്യേഴ്സ് ഫ്രം ദ മൗണ്ടെയ്ൻസ് ഓർ ബൈ ദി ഹെവി റെയിൻഫോൾ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ഒരു ലേക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഏതാണ് ലേക്ക്? ദാൽ ലേക്ക്. ഏതാണ്? ദാൽ ലേക്ക്. അപ്പം നമ്മുടെ കാശ്മീർ ഹിമാലയയിലുള്ള ഒരു ലേക്കാണ്. എന്താ ലേക്ക് എന്ന് പറഞ്ഞാൽ തടാകമാണ്. ഏത്? ദാൽ ലേക്ക്. ദാൽ ലേക്ക് നിങ്ങൾ പല സിനിമകളിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. മെയിൻലി കീർത്തി ചക്ര എന്ന സിനിമയിൽ ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, ഹുദാസെ ജന്നത്ത് ഹേ മേരി പറഞ്ഞ പാട്ടിൽ. അതിൽ ക്ലിയറായിട്ട് ആ നമ്മുടെ ഷിക്കാര ബോട്ടും ആ ദാൽ ലേക്കും ഒക്കെ ക്ലിയറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് നോക്കിയിട്ട് കാണാം കേട്ടോ. അപ്പം ദാൽ ലേക്ക് എന്ന് പറയുന്നത് എവിടെയുള്ള ലേക്കാണ്? അത് കാശ്മീർ ഹിമാലയയിലുള്ള ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ് കേട്ടോ. അപ്പോൾ ദർ ആർ ന്യൂമറസ് ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ ദ കാശ്മീർ ഹിമാലയ. ദാൽ ലേക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. അതിൽ കാശ്മീർ ഹിമാലയയിൽ കുറേ അധികം എന്തുണ്ട്? ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേക്കാണ്, ഒരു തടാകമാണ് ദാൽ ലേക്ക്. ശ്രീനഗർ is situated on the banks of this lake. ശ്രീനഗർ നമ്മുടെ ജമ്മു കാശ്മീരുടെ ആദ്യത്തെ തലസ്ഥാനം, ക്യാപിറ്റൽ ആയിരുന്നു അല്ലേ ശ്രീനഗർ. അപ്പോൾ ഈ ശ്രീനഗർ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഓൺ ദ ബാങ്ക്സ് ഓഫ് ദിസ് ലേക്ക്. ദാൽ ലേക്കിൻ്റെ ബാങ്ക്സിലാണ്, ഈ നദീ തീരത്താണ് ഏതുള്ളത്? നമ്മുടെ ശ്രീനഗർ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ദ ഷിക്കാര ബോട്ട്സ് ആൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആർ ദ ഹോൾമാർക്സ് ഓഫ് കാശ്മീർ ടൂറിസം. ഈ കാശ്മീർ പോവുകയാണെങ്കിൽ, ഈ കാശ്മീരിലൊക്കെ ടൂർ പോകുന്നവരൊക്കെ കണ്ടാൽ മനസ്സിലാവുന്ന ഫോട്ടോസിലൊക്കെ ഒന്നെങ്കിലും അവർ ബോട്ടിലുള്ള ഒരു പിക്ചർ എന്തായാലും ഉണ്ടാവും അല്ലേ? അതാണ് ഷിക്കാര ബോട്ട്. എന്താണ്? ഷിക്കാര ബോട്ട്. അതുപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സും ഉണ്ടാവും. എന്താ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഒഴുകുന്ന ചന്ത അല്ലേ? നമുക്ക് സാധനങ്ങളൊക്കെ ബോട്ടിലൂടെ വിൽക്കുന്ന ഒരു സമ്പ്രദായം എവിടെയുണ്ട്? കാശ്മീർ ടൂറിസത്തിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോൾമാർക്കാണ്. അപ്പം ദാൽ ലേക്കിനെ കുറിച്ചാൽ എന്തൊക്കെ നിങ്ങൾ എഴുതാം? ഒന്ന്, ഇറ്റ് ഈസ് എ ഫ്രഷ് വാട്ടർ ലേക്ക്. ഫ്രഷ് വാട്ടർ ലേക്ക് എവിടെയുള്ള ഫ്രഷ് വാട്ടർ ലേക്കാണ്? കാശ്മീർ ഹിമാലയയിലുള്ളതാണ്. അതുപോലെ ഈ ദാൽ ലേക്കിൻ്റെ ബാങ്ക്സിലാണ് എന്ത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? ശ്രീനഗർ എന്ന സിറ്റി സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ 2 ഹോൾമാർക്ക്, കാശ്മീർ ടൂറിസത്തിലെ 2 ഹോൾമാർക്ക് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ഷിക്കാര ബോട്ടും അതുപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സും ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് മാർഗ്സ്. എന്താണ് മാർഗ്സ് എന്ന് പറഞ്ഞാൽ?
Marks are meadows formed along the mountain slopes during the summer season. These marks get covered under snow during winter. The region attract tourists for winter games such as skiing. Sonmarg and Gulmarg are examples. അപ്പോൾ നിങ്ങൾ പിക്ചർ കണ്ടോ, മാർഗ്സിൻ്റെ 2 പിക്ചർ. ഗുൽമർഗ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഓഫ് മാർഗാണ്. മാർഗ് എന്ന് പറഞ്ഞാൽ മീഡോസ് ആണ്. മീഡോസ് നമ്മൾ മലയാളത്തിൽ പറയും പുൽമേടുകൾക്കാണ് നമ്മൾ എന്ത് പറയുക, മീഡോസ്. അപ്പോൾ ഇതെന്താ, മാർഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുൽമേടുകളാണ്. അത് ഒരു മൗണ്ടെയിൻ സ്ലോപ്സിൻ്റെ, ഒരു പർവ്വതത്തിൻ്റെ ചെരുവിലാണ് എന്തുണ്ടാവുക, ഈ പുൽമേടുകൾ സിറ്റുവേറ്റ് ചെയ്യുക, ഈ മീഡോസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ സമ്മർ സീസണിൽ, വേനൽക്കാലത്ത് അവിടെ എന്തായിരിക്കും, ഫുള്ള് പച്ചപ്പൊക്കെയുള്ള ഒരു നല്ല മീഡോസ് ആയിരിക്കും, പുൽമേടുകളായിരിക്കും. അതുപോലെ തന്നെ ഇതേ പ്ലേസ് വിൻ്റർ സീസണിൽ, നല്ല എന്താണ്, ശൈത്യകാലത്ത് അവിടെ എന്തായിരിക്കും പ്രത്യേകത, തണുപ്പ് കാലത്ത് അവിടെ ഫുൾ കവേർഡ് വിത്ത് സ്നോ ആയിരിക്കും. മഞ്ഞിനാൽ മൂടപ്പെട്ട ഏരിയ ആയിരിക്കും എന്ത്, മാർഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ടൂറിസ്റ്റൊക്കെ അവിടെ പോകുന്ന സമയത്ത്, നമ്മുടെ കാശ്മീരൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ സ്കേറ്റിങ്ങും അതുപോലെ പല ഗെയിംസും, വിൻ്റർ ഗെയിംസൊക്കെ അവിടുന്ന് ചെയ്യുന്നത്. ഈ മൗണ്ടെയിൻ സ്ലോപ്സിൽ ഫുള്ള് സ്നോ കവർ ചെയ്തതുകൊണ്ട് തന്നെ പല വിൻ്റർ ഗെയിംസിനും അത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ 2 മാർഗ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, സോൻമാർഗും അതുപോലെ ഗുൽമാർഗും. സോൻമാർഗും ഗുൽമാർഗും കേട്ടോ. അപ്പോൾ മാർഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർഗ്സ് ആർ ദ മീഡോസ് ഫോംഡ് അലോങ് ദി മീഡോസ്, പുൽമേടുകളാണ്. അത് സമ്മർ സീസണിൽ എന്തായിരിക്കും, പുൽമേടുകളും. അതുപോലെ മൗണ്ടെയിൻ സ്ലോപ്സിലാണ് ഈ മാർഗ്സ് കാണപ്പെടുന്നത്. അതുപോലെ വിൻ്റർ സീസൺ ആയാൽ അവിടെ ഫുള്ള് സ്നോനാൽ, മഞ്ഞിനാൽ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ടൂറിസ്റ്റിൻ്റെ പല വിൻ്റർ ഗെയിംസും അവിടെ നടത്തുന്നുണ്ട്. 2 എക്സാമ്പിൾസ് സോൻമാർഗും ഗുൽമാർഗും ആണ് കേട്ടോ. ഇപ്പോൾ 2 സീസണിലുള്ള പിക്ചർ നിങ്ങൾ കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അവിടെ മരങ്ങളോ അങ്ങനെ കൂടുതലായിട്ട് മരങ്ങളോ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല നിരന്ന പച്ചപ്പുള്ള ഏരിയക്കാണ് കേട്ടോ നമ്മൾ മീഡോസ് എന്ന് പറയുന്നത്, ഓർത്ത് വെക്കാം. അടുത്തതാണ് ഹിമാചൽ ഹിമാലയ. ഏതാണ്, ഹിമാചൽ ഹിമാലയ. കാശ്മീർ ഹിമാലയ കഴിഞ്ഞു, അതിൽ രണ്ടാമത്തേതാണ് ഹിമാചൽ, പിന്നെ ഉത്തരാഖണ്ഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഹിമാചൽ ഹിമാലയ, എന്താ ഹിമാചൽ ഹിമാലയ നോക്കൂ. ദ മേജർ ഷെയർ ഓഫ് ഹിമാചൽ ഹിമാലയ ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്. അപ്പം മെയിൻലി ഓരോ റീജിയണിലുള്ള ഇതാണ് നമ്മൾ ഇതിലൊക്കെ പഠിക്കുന്നത് അല്ലേ, ഓരോ പ്രദേശത്തുള്ള ഹിമാലയാസ് ആണ്. അപ്പോൾ ദ മേജർ ഷെയർ ഓഫ് ഹിമാചൽ ഹിമാലയ, ഹിമാചൽ ഹിമാലയയുടെ ഭൂരിഭാഗം ഷെയറും ഏത് സംസ്ഥാനത്താണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്, ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ. ദ മേജർ ഷെയർ ഓഫ് ഹിമാചൽ ഹിമാലയ ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ ഹിമാലയയുടെ ഭൂരിഭാഗം പ്രദേശവും നിൽക്കുന്നത് കേട്ടോ. അതുപോലെ ആ ഹിമാചൽ ഹിമാലയനെ ചോദിക്കുമ്പം നമ്മൾ എഴുതേണ്ട രണ്ടാമത്തെ പോയിൻ്റാണ് ചെനാബ്, രവി ആൻഡ് ബീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഇൻ ദിസ് മൗണ്ടെയിൻ റീജിയൻ. ഈ ഹിമാചൽ ഹിമാലയയിലുള്ള പ്രധാനപ്പെട്ട 3 റിവേഴ്സ്, ഈ പർവ്വതത്തിലൂടെ ഒഴുകുന്ന 3 റിവേഴ്സ് ഏതൊക്കെയാണ്, ചെനാബ്, രവി ആൻഡ് ബീസ് ആണ്. ഏതൊക്കെ, ചെനാബ്, രവി ആൻഡ് ബീസ് ആണ് ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഇൻ ദിസ് മൗണ്ടെയിൻ റീജിയൻ. പിന്നെ ധൗളാധാർ ആൻഡ് പീർബഞ്ചൽ ആർ ദ മൗണ്ടെയിൻ റേഞ്ചസ് ഇൻ ദിസ് റീജിയൻ. ഈ പർവ്വതത്തിൽ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയാണ്, 2 പർവ്വതങ്ങളാണ് ധൗളാധാറും പീർബഞ്ചലും. ഏതൊക്കെയാണ്, ധൗളാധാറും ധൗളാധാറും പീർബഞ്ചലും ആണ് 2 മൗണ്ടെയിൻ റേഞ്ചസ് ഇൻ ദിസ് റീജിയൻ. ഹിമാചൽ ഹിമാലയയിലുള്ള 2 മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയാണ്, ധൗളാധാറും പീർബഞ്ചലും. 3 ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഏതൊക്കെയായിരുന്നു, ചെനാബ്, രവി, ബീസ് ആണ്. സെവറൽ ഫ്രഷ് വാട്ടർ ലേക്സ് ലൈക്ക് ചന്ദ്രതാൽ ആൻഡ് സൂരജ് താൽ ആർ ഫൗണ്ട് ഇൻ ദീസ് മൗണ്ടെയിൻ റീജിയൻ. ഈ മൗണ്ടെയിൻ റേഞ്ചസിൽ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫ്രഷ് വാട്ടർ ലേക്സ് ആണ് ചന്ദ്രതാലും സൂരജ് താലും. ഏതൊക്കെയാണ്, ചന്ദ്രതാൽ ആൻഡ് സൂരജ് താൽ ആർ ഫൗണ്ട് ഇൻ ദീസ് മൗണ്ടെയിൻ റേഞ്ചസ്. ഈ പർവ്വത നിരയിലാണ് നമുക്ക് ഫ്രഷ് വാട്ടർ ലേക്കായിട്ടുള്ള ചന്ദ്രതാലും സൂരജ് താലും കാണപ്പെടുന്നത്. പിന്നെ ദ ബാരാലാച്ച ലാ പാസ് ദാറ്റ് കണക്ട്സ് ഹിമാചൽ പ്രദേശ് വിത്ത് ലഡാക്ക്.
അവിടെ ഹിമാചൽ ഹിമാലയയിലുള്ള ഒരു പാസ്സാണ്. എന്താ പാസ് എന്ന് പറഞ്ഞാൽ ചുരമാണ് അല്ലേ. അപ്പം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ചുരമാണ്, പാസ്സാണ് ഏത്, ദിബാരാലാച്ച ലാ പാസ് കേട്ടോ. ദിബാരാലാച്ച ലാ പാസ് ഹിമാചൽ പ്രദേശിന് ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ചുരമാണ്. പിന്നെ വേറെ ഒരു ചുരം കൂടിയുണ്ട്, റോഹ്താങ് പാസ്. എന്താണ് റോഹ്താങ് പാസ്? റോഹ്താങ് പാസ് ദറ്റ് കണക്ട്സ് കുളു വാലി വിത്ത് ലാഹുൽ ആൻഡ് സ്പിത്തി വാലീസ്. അപ്പോൾ റോഹ്താങ് പാസ് എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? കുളു താഴ്വരയെ ലാഹുലിലുള്ള കുളു താഴ്വരയെ സ്പിത്തി വാലിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? റോഹ്താങ് പാസ്. ഏതാണ്? റോഹ്താങ് പാസ്. അപ്പം 2 ചുരങ്ങൾ നമ്മൾ പഠിച്ചു. ഹിമാലയയിലുള്ള 2 ചുരങ്ങൾ ഏതൊക്കെയാണ്? പാരാലാച്ച പാസ്, അത് ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ്. അതുപോലെ റോഹ്താങ് പാസ് കുളു താഴ്വരയെ സ്പിത്തി താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് പാസ് കേട്ടോ. ഇനി ബ്യൂട്ടിഫുൾ വാലീസ് സച്ച് ആസ് കുളു, കാംഗ്ര ആൻഡ് ലാഹുൽ ആൻഡ് ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് സച്ച് ആസ് ഷിംല ആൻഡ് മണാലി അട്രാക്റ്റ് ന്യൂമറസ് ടൂറിസ്റ്റ്. ഈ പ്രദേശത്ത് ഹിമാലയയിൽ നമുക്ക് കുറേ താഴ്വരകൾ കാണാൻ പറ്റുന്നുണ്ട്. കുറേ വാലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴ്വരകളാണ് അല്ലേ. നല്ല മനോഹരമായിട്ടുള്ള കുറേ താഴ്വരകളുള്ള ഒരു സ്ഥലമാണ് ഏത്? നമ്മുടെ ഹിമാലയ. ഏതൊക്കെയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കുളു മണാലി, അതിലുള്ള കുളുവാണ് കുളു. അതുപോലെ കാംഗ്ര, ലാഹുൽ, ഇങ്ങനത്തെ അതുപോലെ ഷിംല, മണാലി, ഇതൊക്കെ ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഹിമാചൽ ഹിമാലയയിലാണ്. എവിടെയാണ്? ഹിമാചൽ ഹിമാലയയിലാണ് നമ്മളുടെ ബ്യൂട്ടിഫുൾ വാലീസ് ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള താഴ്വരകളായിട്ടുള്ള കുളു, കാംഗ്ര, ലാഹുൽ, അതുപോലെ ഷിംല, മണാലിയൊക്കെ ഉള്ളത്. ടൂറിസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേസസ് ആണ് ഇവയെല്ലാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹിമാചൽ ഹിമാലയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 2 ഹിമാലയാസ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. കാശ്മീർ ഹിമാലയവും പഠിച്ചു, അതുപോലെ ഏതാണ്? ഹിമാചൽ ഹിമാലയയും പഠിച്ചു. അടുത്തതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഏതാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയ. എന്താണ് ഉത്തരാഖണ്ഡ് ഹിമാലയയിൽ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് നിങ്ങൾ പിക്ചർ കണ്ടോ? നൈനിറ്റാൽ ലേക്ക്. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ലേക്ക് ആയിരിക്കും അല്ലേ? നൈനിറ്റാൽ ലേക്ക്, നൈനിറ്റാൽ തടാകം. അപ്പം നോക്കുക, അത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയയിലാണ് കേട്ടോ. ദ ഉത്തരാഖണ്ഡ് ഹിമാലയ ഈസ് പാർട്ട് ഓഫ് ദ ഹിമാലയാസ് വിച്ച് എക്സ്റ്റെൻഡ്സ് ഫ്രം റിവർ സത്ലജ് ടു റിവർ കാളി. റിവർ സത്ലജ് മുതൽ റിവർ കാളി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഏത്? നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാലയ എവിടെ മുതൽ എവിടെ വരെയാണ്? റിവർ നമ്മളുടെ സത്ലജ് നദി മുതൽ കാളി നദി വരെ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഓക്കെ, ഇറ്റ്സ് വെസ്റ്റേൺ സൈഡ് ഈസ് നോൺ ആസ് ഗഡ്വാൾ ഹിമാലയ. അതിൻ്റെ പടിഞ്ഞാറൻ ഭാഗം, വെസ്റ്റേൺ സൈഡിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഗഡ്വാൾ ഹിമാലയ എന്നാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയയുടെ വെസ്റ്റേൺ സൈഡ് അറിയപ്പെടുന്നത് കൊടുവാൾ അല്ല കേട്ടോ, ഗഡ്വാൾ ഹിമാലയയാണ്. ആൻഡ് ദി ഈസ്റ്റേൺ സൈഡ് ഈസ് നോൺ ആസ് കുമയൂൺ ഹിമാലയാസ്. പടിഞ്ഞാറ് ഭാഗം വെസ്റ്റേൺ സൈഡ് ഗഡ്വാൾ എന്നും, അതുപോലെ ഈസ്റ്റേൺ സൈഡ് കിഴക്ക് ഭാഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കുമയൂൺ ഹിമാലയ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇവിടെ കുറേ പീക്സ് ഉണ്ട്, കൊടുമുടികൾ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയയിൽ കുറേ ഹൈ പീക്സ് ഉണ്ട്. ഏതൊക്കെയാണ്? നന്ദാദേവി, കാമെറ്റ്, ബദ്രിനാഥ്, കേദർനാഥൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ബദ്രിനാഥും കേദർനാഥും ഒക്കെ. അപ്പം ഈ ബദ്രിനാഥ്, കേദർനാഥ്, നന്ദാദേവി, കേമെറ്റ് ഇതുപോലെയുള്ള ഹൈ പീക്സ്, വലിയ വലിയ കൊടുമുടികളൊക്കെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് ഹിമാലയ ഭാഗത്താണ്? അത് നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയൻ ഭാഗത്താണ് കേട്ടോ. ഉത്തരാഖണ്ഡ് ഹിമാലയൻ ഭാഗത്താണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉത്തരാഖണ്ഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? ഉത്തരാഖണ്ഡ് ഹിമാലയ എവിടെ മുതൽ എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു? റിവർ സത്ലജ് മുതൽ റിവർ കാളി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെസ്റ്റേൺ സൈഡിനെ ഗഡ്വാൾ ഹിമാലയ എന്നും ഈസ്റ്റേൺ സൈഡിനെ കുമയൂൺ ഹിമാലയ എന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ വലിയ വലിയ കുറേ കൊടുമുടികളുള്ള ഒരു ഹിമാലയയാണ്. ഏതൊക്കെയാണ് കൊടുമുടികൾ? ഹൈ പീക്സ് ഏതൊക്കെയാണ്? നന്ദാദേവി, കാമെറ്റ്, ബദ്രിനാഥ്, കേദർനാഥ്. അതുപോലെ ഗംഗോത്രി, യമുനോത്രി.
കേട്ടിട്ടില്ലേ? ഗംഗോത്രി യമുനോത്രി ഗ്ലേഷ്യേഴ്സ് ഫ്രം വെർ ദ റിവർ ഗംഗാസ് ആൻഡ് യമുന ഒറിജിനേറ്റ്. നമ്മളുടെ പ്രധാനപ്പെട്ട 2 നദികളാണ് ഗംഗയും യമുനയും അല്ലേ? ഈ ഗംഗയും യമുനയും ഒറിജിനേറ്റ് ചെയ്യുന്ന 2 ഗ്ലേഷ്യേഴ്സാണ്. ഗംഗയെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഗംഗോത്രിയിൽ നിന്നും, യമുന ഒറിജിനേറ്റ് ചെയ്യുന്നത് യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്നാണ്. അപ്പോൾ ഈ 2 ഗ്ലേഷ്യറും സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയയിലാണ്. അപ്പോൾ ഗംഗോത്രി യമുനോത്രി ഗ്ലേഷ്യർ ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയയിലാണ്. അതുപോലെ ഫ്രഷ് വാട്ടർ ലേക്സ് ആയിട്ടുള്ള നല്ല ഫ്രഷ് വാട്ടർ ലേക്സ് തടാകങ്ങളായിട്ടുള്ള നൈനിറ്റാളും ബിംതാലും സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഉത്തരാഖണ്ഡ് ഹിമാലയയിലാണ്. ഏതൊക്കെയാണ്? നൈനിറ്റാളും ബിംതാലും സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയയിലാണ്. ദ ഫ്ലാറ്റ് വാലി സീൻ ഇൻ ബിറ്റ്വീൻ ദ ലെസ്സർ ഹിമാലയാസ് ആൻഡ് ശിവാലിക് ഹിൽ റേഞ്ചസ് ആർ ദൂൺസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും അല്ലേ? ഫ്ലാറ്റ് വാലി സീൻ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ലെസ്സർ ഹിമാലയയുടെയും അതുപോലെ ശിവാലിക് ഹിൽ റേഞ്ചസിൻ്റെയും ഇടയിൽ, ഇതിൻ്റെ 2ൻ്റെ ഇടയിലും കാണപ്പെടുന്ന താഴ്വരകളെ വിളിക്കുന്നത് ലെസ്സർ ഹിമാലയാസ്. ഏതാണ്? ഹിമാദ്രി. ഏതൊക്കെയാണ്? ഹിമാചൽ, ശിവാലിക്. 3 ഹിമാലയാസ് ആണ് അല്ലേ? അതിൽ ഹിമാദ്രി നമ്മൾ ഗ്രേറ്റർ ഹിമാലയ എന്ന് പറയും. മറ്റേത് ലെസ്സർ ഹിമാലയ ഏതാണ്? ഹിമാചലാണ്. അപ്പോൾ ഹിമാചലിൻ്റെയും ശിവാലിക്കിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന ഫ്ലാറ്റ് വാലീസ്, ഫ്ലാറ്റ് ആയിട്ടുള്ള താഴ്വരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദൂൻസ് എന്നത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദെഹ്റാദൂൻ അല്ലേ? ദെഹ്റാദൂൻ എന്ന് പറഞ്ഞാൽ ഒരു വാലിയാണ് കേട്ടോ, താഴ്വരയാണ്. അപ്പോൾ ഈ ദെഹ്റാദൂൻ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ദെഹ്റാദൂൻ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ദൂൻ എന്ന് ചോദിച്ചാൽ? ദ ഫ്ലാറ്റ് വാലീസ് സീൻ ഇൻ ബിറ്റ്വീൻ ദ ലെസ്സർ ഹിമാലയാസ് ആൻഡ് ശിവാലിക് ഹിൽസ്, അതിനെയാണ് ദൂൻ എന്ന് വിളിക്കുന്നത്. ദെഹ്റാദൂൻ ഇൻ ഉത്തരാഖണ്ഡ് എക്സാമ്പിൾ കേട്ടോ. ഇനി ദ ആൽപൈൻ സമ്മർ മീഡോസ് എലോങ് ദ ഹൈയർ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടെയിൻ സ്ലോപ്സ് ആർ കോൾഡ് ബുഗ്യാൽസ്, ദയാറ ബുഗ്യാൽ ആൻഡ് ഗോർസുൺ ബുഗ്യാൽ. അപ്പോൾ അതുപോലെ വേനൽക്കാലത്ത് അവിടെ കാണപ്പെടുന്ന മീഡോസ്. എന്താ മീഡോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മീഡോസ് അല്ലേ? മാർക്സ് പഠിച്ചപ്പം പറഞ്ഞു. മീഡോസ് എന്ന് പറഞ്ഞാൽ പുൽമേടുകളാണ്. അലോങ് ദ ഹയർ ഓൾട്ടിറ്റ്യൂഡ് മൗണ്ടെയിൻ സ്ലോപ്സ് ആർ കോൾഡ്. നല്ല ഉയരമുള്ള പ്രദേശങ്ങളിലുള്ള പുൽമേടുകളെ, ആൽപൈൻ സമ്മറിൽ കാണപ്പെടുന്ന പുൽമേടുകളെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ബുഗ്യാൽ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ദയാറ ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലും ഒക്കെ എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയയിലാണ്. കുറേ പോയിന്റ്സ് ഇതിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു 4-5 പോയിന്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും എന്തെന്നൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. അതുപോലെ ട്രാൻസ് ഹ്യൂമൻസ്, സീസണൽ മൈഗ്രേഷൻ ഓഫ് ഷെഫേർഡ്സ് അലോങ് വിത്ത് ദെയർ ഡൊമസ്റ്റിക് ആനിമൽസ് ഫ്രം വൺ ഗ്രേസിംഗ് ഗ്രൗണ്ട് ടു അനദർ ഗ്രേസിംഗ് ഈസ് നോൺ ആസ് ട്രാൻസ് ഹ്യൂമൻസ്. എന്താ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ? സീസണൽ മൈഗ്രേഷൻ ആണ്. ചില മാസങ്ങളിൽ എന്താ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ? മാറുക. അപ്പോൾ സീസണൽ മൈഗ്രേഷൻ ഓഫ് ഷെപ്പേർഡ്സ്, ഈ ഷെപ്പേർഡ്സിൻ്റെ സീസണൽ മൈഗ്രേഷൻ അലോങ് വിത്ത് എ ഡൊമസ്റ്റിക് ആനിമൽസ്, അവിടെ ഉള്ള അതുപോലെ അവർ നോക്കുന്ന ഡൊമസ്റ്റിക് ആനിമൽ വളർത്തു മൃഗങ്ങളിലെ അവരുടെ ഗ്രേസിംഗ് ഗ്രൗണ്ട് ഒന്നിൽ നിന്ന് വേറെ ഒന്നിലോട്ട് മാറ്റുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സീസണൽ മൈഗ്രേഷൻ ഓഫ് ഷെഫേർഡ്സ് അലോങ് വിത്ത് ദെയർ ഡൊമസ്റ്റിക് ആനിമൽസ് ഫ്രം വൺ ഗ്രേസിംഗ് ഗ്രൗണ്ട് ടു അനദർ. ചില മാസങ്ങളിൽ ഇവരുടെ ഷെപ്പേർഡ്സിനെയും അതുപോലെ ഡൊമസ്റ്റിക് ആനിമൽസ്, അവിടെ ഗ്രേസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് ആനിമൽസിനെയും കൊണ്ട് ഒരു ഗ്രൗണ്ടിൽ നിന്ന് മറ്റൊരു ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതിനെയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. മെയിൻലി കാശ്മീർ ഹിമാലയാസിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഹിമാചൽ ഹിമാലയും ഉത്തരാഖണ്ഡ് ഹിമാലയും. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അത് നല്ല രീതിയിൽ എന്താക്കുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കാൻ നോക്കാം. അപ്പോൾ കൂടുതലാവുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു ബേർഡൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് തരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് വരാം. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.